ഗുരുവായൂരേകാദശി തൊഴുവാൻ പോകുമ്പോൾ വഴി കാട്ടുക നാരായണ രൂപം. തളരുമ്പോൾ ആത്മാവാം പശുവേ നിന്നാവിൽ അമൃതം പോലൂറിടുക നാരായണ നാമം, ഹരിനാരായണ നാമം. അപ്പോൾ ഇന്ന് ഏറ്റവും നല്ലൊരു വിശേഷപ്പെട്ടൊരു ദിവസമാണ് കേട്ടോ, ഗുരുവായൂർ ഏകാദശി. ഒരിക്കലെങ്കിലും എല്ലാവരും ഒക്കെ ഒന്ന് പോയിട്ട് തൊഴാൻ സാഹചര്യമുള്ള ആൾക്കാർ പോയി തൊഴണം കേട്ടോ. അതൊരു പ്രത്യേക സുഖമാണ്, പ്രത്യേക ഒരു അനുഗ്രഹമാണ്. അത് നമുക്ക് പോകാനായിട്ട് സാധിച്ചാൽ മാത്രമേ നമ്മൾ പോകാൻ പറ്റുള്ളൂ. ഞാനൊരു 3-4 കഴിഞ്ഞ പ്രാവശ്യം വരെ ഞാൻ പോയി തൊഴുതട്ടോ. അപ്പോൾ ഞാനൊരു 2 ദിവസത്തിന് മുമ്പ് അവിടെ എന്നും ഏകാദശി വിളക്കാണ്. അപ്പോൾ അതുകൊണ്ടിട്ട് എനിക്ക് പോകണം എന്ന് ഭയങ്കര ആഗ്രഹം കൂടിയിട്ട്, ഞാൻ പറഞ്ഞല്ലോ എനിക്കൊരു ഇത്തിരി വെപ്രാളമുള്ള കൂട്ടത്തിലാണ്. എന്തെങ്കിലും ഒരു കാര്യം വിചാരിച്ച് കഴിഞ്ഞാൽ പിന്നെ ബെല്ലും ബ്രേക്കൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ഞാനങ്ങ് പോയി നല്ലോണം തൊഴുത് അവിടെ നിന്ന് ഭക്ഷണവും കഴിച്ച് ഇറങ്ങിയപ്പോഴത്തേക്കും ഒരു VIP പാസ് ഓസിന് കിട്ടി. അപ്പോൾ വീണ്ടും കയറി ഒന്നും കൂടി തൊഴാൻ പറ്റി. അങ്ങനെ 2 പ്രാവശ്യം ചരിത്ര സംഭവമായിട്ട് ഞാൻ തൊഴുതു. അപ്പോൾ പിന്നെ ഞാൻ ഓർത്തു ഇനി ഈ ഇടിയൊക്കെ കൂടി ചെല്ലണം, ഭഗവാൻ അതിനായിരിക്കും എനിക്ക് 2 പ്രാവശ്യം തൊഴാനുള്ള അവസരം തന്നേന്ന് ഓർത്തിട്ട് ഞാൻ പോയി തൊഴുതു. അതുകൊണ്ട് ഞാൻ ചിലപ്പോഴേ പോകുള്ളൂ. അപ്പോൾ പോകാൻ പറ്റുന്നവരൊക്കെ പോകണം കേട്ടോ. നല്ലൊരു വൈബാണ്. നമ്മുടെ എന്താണ് സാധാരണ ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും പോയി തൊഴണം. നല്ലതാണ്, നല്ല രസമാണ്. അത് നമ്മൾ അത്രയും അവിടെ നിന്ന് ബുദ്ധിമുട്ടിയതിൻ്റെ എല്ലാ ക്ഷീണവും നമ്മൾ ആ തൊഴുത് ഇറങ്ങുമ്പോഴത്തേക്കും നമുക്ക് മാറും. അപ്പോൾ എൻ്റെ മൂകാംബിക കാച്ചി എണ്ണയുടെ ഇതൊക്കെ കൊണ്ട് തന്നെയാണ് ഞാൻ എൻ്റെ മൂകാംബിക കാച്ചി എണ്ണയൊക്കെ പിടിച്ച് നിൽക്കുന്നത്. അപ്പോൾ ഇതൊക്കെ തന്നെയാണ് എൻ്റെ മൂകാംബിക കാച്ചി എണ്ണയുടെ മരട് നെട്ടൂരിൽ നിന്നുള്ള എൻ്റെ വിശേഷങ്ങൾ. ഓക്കെ.